നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ MA പൊളിറ്റിക്കൽ സയൻസ് ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇൻട്രൊഡക്ഷൻ ടു പൊളിറ്റിക്കൽ സയൻസ് എന്ന പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. വൈ ഡു വി നീഡ് പൊളിറ്റിക്കൽ തിയറി? നമുക്ക് എന്തിനാണ് ഒരു പൊളിറ്റിക്കൽ സിദ്ധാന്തം എന്നാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ മനുഷ്യ സമൂഹത്തില് ഭരണവും അധികാരവും നീതിയും സ്വാതന്ത്ര്യവും ഇങ്ങനെയുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ആശയങ്ങള് അല്ലെങ്കിൽ രാഷ്ട്രീയ ഐഡിയോളജീസ് ഒക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഇതിനെ നമ്മളെല്ലാം ഒരു കോയിൻ ചെയ്യുന്നത് ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയുടെ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ തിയറിയുടെ ബേസിലാണ്. അപ്പൊ ഇത്തരം രാഷ്ട്രീയ സിദ്ധാന്തങ്ങൾ സമൂഹത്തിന് ആവശ്യമുണ്ടോ അല്ലെങ്കിൽ എന്താണ് അതിന്റെ ആവശ്യം എന്നാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുക. അപ്പൊ നമുക്ക് ഒരു പൊളിറ്റിക്കൽ ഫിലോസഫിയുടെ അല്ലെങ്കിൽ തിയറിയുടെ നിർവചനം എന്താണെന്ന് നോക്കാം. പൊളിറ്റിക്കൽ തിയറിയുടെ നിർവചനം: രാഷ്ട്രീയ സിദ്ധാന്തം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ തിയറി എന്നത് രാഷ്ട്രങ്ങൾ, ഭരണവ്യവസ്ഥകൾ, അധികാര വിതരണം, പൊതുനയങ്ങൾ എന്നിവയെ സംബന്ധിക്കുന്ന സങ്കല്പങ്ങളും തത്വങ്ങളും പഠിക്കുന്ന ശാഖയാണ്. ഇതില് തത്വശാസ്ത്രപരമായിട്ടുള്ളതും ശാസ്ത്രീയപരമായിട്ടുള്ള സമീപനങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പൊ ഈ പൊളിറ്റിക്കൽ തിയറിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഒരേ സമയം സയന്റിഫിക്കും അതുപോലെ ഒരു മാനവിക പഠനവും ഒരേ സമയം ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. ഇവിടെ സയൻസിൽ സാധ്യമായിട്ടുള്ള ഒരു എക്സ്പെരിമെന്റൽ മെത്തേഡ്സും പോസിബിൾ ആണ്, അതുപോലെ ഒരു ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചും ഇവിടെ പോസിബിൾ ആണ്. അപ്പോൾ ഒരു ഇമോഷണൽ സ്റ്റഡീസ് ഒക്കെ ഇവിടെ പോസിബിൾ ആകുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേക നേച്ചർ എന്ന് പറയുന്നത്, പൊളിറ്റിക്കൽ തിയറിയുടെ പ്രത്യേക നേച്ചർ എന്ന് പറയുന്നത് സയന്റിഫിക് മെത്തേഡ്സ് ഈ ഹ്യൂമാനിറ്റീസ് മെത്തേഡ്സിന്റെ കൂടെ തന്നെ നമുക്ക് ഫോളോ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഇതിലെ പ്രധാനപ്പെട്ട ചിന്തകരാണ് പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ, ജോൺ ലോക്ക്, അതുപോലെ റൂസോ, മാക്സ്, അതുപോലെ ഹോബ്സ്, തോമസ് ഹോബ്സ്, ഇങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെ ഇതിലെ പ്രധാനപ്പെട്ട ചിന്തകരാണ്. ദെൻ എന്തിനാണ് ഈ ഒരു രാഷ്ട്രീയ സിദ്ധാന്തം? രാഷ്ട്രീയ സിദ്ധാന്തത്തിന്റെ ആവശ്യകത എന്താണ് എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിലൊന്നാമത്തേത്, ഇത് ഭരണ സംവിധാനങ്ങൾക്കുള്ള തത്വശാസ്ത്രങ്ങൾക്കുള്ള ഒരു ആധാരമാണ്. ഒരു രാജ്യം ഏത് തരത്തിലുള്ള ഭരണമാണ് ഫോളോ ചെയ്യുന്നത്, അവിടുത്തെ ഗവൺമെന്റിന്റെ സ്വഭാവം എന്താണ് എന്ന് നിശ്ചയിക്കുന്നത് ഒരു ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ ആയിരിക്കും. തീർച്ചയായിട്ടും ഏതെങ്കിലുമൊക്കെ ഒരു ആശയ സംഹിതയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അത് നിലനിൽക്കുന്നത്. രാഷ്ട്രീയ സിദ്ധാന്തം ഒരു നാടിന്റെ, ഒരു രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തിന് ഒരു ദിശാബോധം നൽകുന്നുണ്ട്. അതിൽ ജനാധിപത്യം, ഏകാധിപത്യം, അതുപോലെ തന്നെ ഭരണഘടനാപരമായിട്ടുള്ള രാജഭരണം, ഇതെല്ലാം തന്നെ ഉൾപ്പെടുന്നുണ്ട്. ഇപ്പൊ ഇന്നും ഭരണഘടനാനുസൃതമായിട്ട് രാജഭരണം നിലനിൽക്കുന്ന അനേകം രാഷ്ട്രങ്ങളെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ജനാധിപത്യം, ഇൻഡിവിജ്വലിസം, ഇൻഡിവിജ്വൽ ഫ്രീഡം, ഇതൊക്കെ ഇപ്പൊ ജോൺ ലോക്കിന്റെയും റൂസോയുടെയും ഒക്കെ സിദ്ധാന്തം. അതുപോലെ നമുക്കറിയാം കുറെ ഒരു യൂട്ടിലിറ്റേറിയൻ സിദ്ധാന്തങ്ങളൊക്കെ ഉണ്ട് അല്ലെ. ഈ യൂട്ടിലിറ്റേറിയൻ സിദ്ധാന്തങ്ങള് അതുപോലെ തന്നെ ജനങ്ങളുടെ പരമമായ സ്വാതന്ത്ര്യത്തിന് ഇവരൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള സിദ്ധാന്തങ്ങളൊക്കെ ഒരു രാഷ്ട്രീയ സിദ്ധാന്തം ആണ്. അപ്പോൾ ആ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള എക്സിസ്റ്റൻസിന് അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചറിന് പിൻബലം നൽകുന്നത് എന്താണ്? ഈ ഒരു രാഷ്ട്രീയ സിദ്ധാന്തമാണ്. ദെൻ നീതി, സമത്വം, സ്വാതന്ത്ര്യം തുടങ്ങിയ മൂല്യങ്ങൾ നിലനിൽക്കുന്നത് ഇത്തരം രാഷ്ട്രീയ സിദ്ധാന്തത്തിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ അവിടെ വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്, ലിബർട്ടി, അതുപോലെ സാമൂഹിക നീതി, ജസ്റ്റിസ് ഉണ്ട്, അതുപോലെ ഡെമോക്രാറ്റിക് റൈറ്റ്സ്. ഒരു രാജ്യത്തെ സിവിലിയൻസിന്, പൗരന്മാർക്ക് അവിടെ ഡെമോക്രാറ്റിക് റൈറ്റ്സ് ഓരോ രാജ്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ, അത് എൻഷുർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒരു പൊളിറ്റിക്കൽ സെറ്റപ്പിൽ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ സിദ്ധാന്തത്തെ ബേസ് ചെയ്ത് നിലനിൽക്കുന്ന ഒരു സ്ട്രക്ചറിൽ മാത്രം നമുക്ക് ലഭിക്കുന്നതാണ് ഇത്. ഇനി ഭരണഘടനയും നിയമവ്യവസ്ഥയുമാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ലീഗൽ സിസ്റ്റം. ഒരു രാജ്യത്ത് ഒരു ഭരണഘടനയും അതുപോലെ ഒരു നിയമവ്യവസ്ഥയും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതെല്ലാം എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും? ഒരു കൃത്യമായ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇതൊക്കെ രൂപപ്പെട്ടു വരുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഭരണഘടനാ തത്വങ്ങൾ, ഇപ്പൊ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ലോക്കിന്റെയും മോണ്ടസ്ക്യൂവിന്റെയും ഒക്കെ ആശയങ്ങൾ. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അതിന്റെ
പ്രിയാമ്പിൾ എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അവിടെ സോവറിൻ, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക് ഇങ്ങനെയുള്ള ഐഡിയോളജീസ് ഒക്കെ അവിടെ പറയുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ ലിബർട്ടി, ഇക്വാളിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് ടേക്കൺ ഫ്രം ഫ്രഞ്ച് റെവല്യൂഷൻ അല്ലെ. ഫ്രഞ്ച് റെവല്യൂഷന്റെ പ്രധാനപ്പെട്ട ഐഡിയോളജീസ് ആയിരുന്നു. അതുപോലെ സോഷ്യലിസം എന്ന ഐഡിയോളജി അത് നമുക്ക് ലഭിക്കുന്നത് റഷ്യൻ റെവല്യൂഷനിൽ നിന്നാണ്. അപ്പൊ ഇങ്ങനെ പൊളിറ്റിക്കൽ ഐഡിയോളജീസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് ഒരു ഐഡിയോളജിക്കൽ ബേസ് നൽകുന്നുണ്ട്. അപ്പോൾ മോണ്ടസ്ക്യൂവിന്റെ ഒക്കെ ആശയങ്ങൾ ഈ രീതിയിൽ പ്രധാനമാണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ നിങ്ങളൊരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതിനെ സമീപിക്കുമ്പോൾ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് ഓരോ മേഖലയിലും, ഇപ്പൊ രാഷ്ട്രീയം എടുക്കുക, ഇക്കണോമിക്സ് എടുക്കുക, ഒരു സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കുക, ജെൻഡർ സ്റ്റഡീസ്, ഇങ്ങനെ ഓരോ മേഖലയിലും എന്താണ് ഓരോ മേഖലയുടെയും രാഷ്ട്രീയം എന്ന് ചിന്തിക്കുക. ആ രീതിയിലാണ് നിങ്ങൾ ഇതിൽ എക്സാമിനെ വിലയിരുത്തേണ്ടി വരിക. ദെൻ ആധുനിക ഭരണനയങ്ങളും പൊതുനയ നിർമ്മാണവുമാണ്, അതായത് പോളിസി മേക്കിംഗ്. അപ്പൊ ഇന്ന് ഒരു ആധുനിക സമൂഹത്തില് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് അല്ലെ. ഇറ്റ്സ് എ കോംപ്ലക്സ് സൊസൈറ്റി. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമുക്ക് ഫേസ് ചെയ്യാനുള്ളത്, അതുപോലെ അത് ലിക്വിഡേറ്റ് ചെയ്യാനുള്ളത്, അതിന് റെമഡീസ് കണ്ടെത്താനുള്ളത്. അപ്പൊ ഇങ്ങനെ ഇത്തരം പ്രോബ്ലം ആധുനികമായാലും നമ്മൾ അതിനെ ഈ ഒരു തിയററ്റിക്കൽ ബേസിലാണ് അതിനെ സോൾവ് ചെയ്യുന്നത്. നമ്മളത് ഒരു പ്രോബ്ലത്തെ നമ്മൾ അഡ്രസ് ചെയ്യുന്നതും ഈ ഒരു തിയററ്റിക്കൽ ബേസിൽ തന്നെ ആയിരിക്കും. ഇപ്പൊ പബ്ലിക് പോളിസീസ്, സാമൂഹ്യ സുരക്ഷ, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ഇതിനെല്ലാം തന്നെ നമ്മൾ ഇത്തരം ഐഡിയോളജിക്കൽ ബേസ് നമ്മൾ എടുക്കുന്നുണ്ട്. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു യൂണിറ്റിന്റെ പേരെന്തായിരുന്നു? അതിന്റെ പേരെന്ന് പറയുന്നത് വൈ ഡു വി നീഡ് എ പൊളിറ്റിക്കൽ തിയറി? എന്താണ് രാഷ്ട്രീയ സിദ്ധാന്തത്തിന്റെ ആവശ്യം, അല്ലെങ്കിൽ നമുക്ക് എന്തിനാണ് രാഷ്ട്രീയ സിദ്ധാന്തങ്ങൾ എന്നതാണ് യൂണിറ്റിന്റെ പേര്. അപ്പൊ ഇത്രയും പഠിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലായി പൊളിറ്റിക്കൽ തിയറി ആണ് നമ്മുടെ എല്ലാതരം പൊളിറ്റിക്കൽ സ്ട്രക്ചറിനും ഒരു രൂപം നൽകുന്നത്, അല്ലെങ്കിൽ അതിന്റെയൊക്കെ അടിത്തറ പാകുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ ദിസ് ഇസ് അബൌട്ട് ദിസ് യൂണിറ്റ്. താങ്ക് യു.